കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവമേ, പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠമായ നാമത്തിൽ എല്ലാ സഹവിശ്വാസികൾക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായ വന്ദനം എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനത്തിൽ നിന്നും ഒരു ഭാഗം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 16-ാം അധ്യായം നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അത് തുടർന്നുള്ള ഭാഗങ്ങൾ: ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകുന്നു. ദൈവം തൻ്റെ മക്കളോട് കാണിക്കുന്ന അനന്തമായ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒരു വിളിച്ചറിയിക്കലാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവ് തൻ്റെ ജനത്തെ ഉണ്ടാക്കിയത്? തൻ്റെ ജനത്തെ, തനിക്ക് സ്വന്തമായ ഒരു ജനത്തെ കർത്താവ് പറഞ്ഞത് എൻ്റെ ജനം എൻ്റെ ജനം എൻ്റെ ജനം എന്ന് കർത്താവ് പറയുന്നില്ലേ? ആ കർത്താവിൻ്റെ ജനത്തെ എങ്ങനെയാണ് കർത്താവ് ഉണ്ടാക്കിയത്? കർത്താവ് ഉണ്ടാക്കിയ ആ ജനസമൂഹത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് മാറ്റി, കുറച്ച് ആൾക്കാരെ വിട്ടിട്ട് ഒരു ആൾക്കാരെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു കർത്താവ് ഒരു ജനത്തെ ഉണ്ടാക്കിയതിനാണ് നമ്മൾ പരിശുദ്ധ പുസ്തകത്തിൽ വായിക്കുന്നത്. അല്ല, നമുക്ക് കാണാൻ സാധിക്കും ഒരൊറ്റ വ്യക്തിയിലൂടെയാണ് കർത്താവ് തൻ്റെ ജനത്തെ ഉണ്ടാക്കിയത്. ഒരൊറ്റ വ്യക്തി, അതേ ഒരൊറ്റ ഒരു വ്യക്തി, അതായത് കർത്താവ് തൻ്റെ ജനതയെ ഉണ്ടാക്കി. ആദാമിനെ ഹവ്വായെ ആ ജനറേഷൻ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞ് ദുഷ്ടതയും പാപവും ദുഷ്ടേന്ദ്ര ജനത്തെ കർത്താവ് ഒരു വെള്ളപ്പൊക്കം മൂലം ജലപ്രളയം മൂലം കർത്താവ് എല്ലാവരെയും നശിപ്പിച്ചു. 8 വ്യക്തികളെ കർത്താവ് ശേഷിപ്പിച്ചിട്ട് അവരിൽ നിന്നും ആ വ്യക്തിയായ നോഹയുടെ ആദ്യത്തെ പുത്രനായ ശേമിൻ്റെ 10ാമത്തെ തലമുറയാണ് ഈ അബ്രഹാം എന്ന് പറയുന്നത്. ആ അബ്രഹാമിലൂടെയാണ് കർത്താവ് തൻ്റെ ജനത്തെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അബ്രഹാമിനോട് സംസാരിച്ചു: നീ ഈ വസിക്കുന്ന ഈ ഹാരാനിൽ നിന്നും ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന പ്രദേശത്തേക്ക് നീ പോകാൻ പറഞ്ഞു. അബ്രഹാം ഒരു മടിയും കാണിച്ചില്ല, ഒരു മടിയും കാണിക്കാതെ പോവുകയാണ്. ഹാരാനിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുന്നത്, അതായത് അടുത്ത് പോവുകയാണ്. ഏതാണ്ട് 1000 മേൽ കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വേണം, അതും കാൽനടയായിട്ട് സഞ്ചരിച്ച് വേണം. വഴിയോ അതിനുള്ള വഴികളോ മാർഗങ്ങളോ ഒന്നുമില്ല. വഴിയും കുന്നും മലയും കാടും മേടും എല്ലാം താണ്ടി വേണം സഞ്ചരിച്ച് പോകാൻ. ആ യാത്രയുടെ കഷ്ടതയും പ്രയാസവും ഒന്നും അബ്രഹാം ചിന്തിച്ചില്ല. ദൈവം കൽപ്പിച്ചു, താൻ യാത്രയായി. ആ യാത്രയായ ജനതയെ കർത്താവ് ആദ്യമായിട്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ചുമ്മാതെയല്ല, ഞാൻ നിന്നെ അനുഗ്രഹിച്ചൊരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വഴി നടത്തും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അങ്ങനെ അളവറ്റ അനുഗ്രഹങ്ങളും കൃപകളും കർത്താവ് യഹോവയായ ദൈവം അബ്രഹാമിന് കൊടുത്തു. അപ്പോൾ അബ്രഹാമിൻ്റെ ജനങ്ങൾ വർദ്ധിച്ചു. അവരുടെ കർത്താവ് കൊടുക്കുന്ന സ്ഥലത്തെത്തി. അവരുടെ ജനങ്ങളെല്ലാം വർദ്ധിച്ചു. അബ്രഹാമിന് ശേഷം ഇസാക്കിന് ശേഷം യാക്കോബ്, അങ്ങനെ സംഗതി പരമ്പരകളായി വന്നു. കർത്താവ് താൻ കൊടുത്ത വാഗ്ദാനത്തിൻ്റെ കൂടെ ഒരു വാഗ്ദാനവും കർത്താവ് കൊടുത്തിരുന്നു: നിന്റെ സന്തതി 400 വർഷം ഒരു അന്യദേശത്ത് അടിമകളായി താമസിക്കും. അതുകൂടെ കർത്താവ് കൊടുത്തിരുന്നു. അങ്ങനെ ഒരുപക്ഷെ കർത്താവ് തൻ്റെ ജനതയെ രൂപാന്തരപ്പെടുത്താനും വളർച്ചയ്ക്ക് പറ്റിയ രീതിയിലായിരിക്കാം. അങ്ങനെ കർത്താവ് യഹോവയായ ദൈവം ആ 400 വർഷത്തെ ആ അടിമ വിലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ പുത്രനായ അവർ ഈജിപ്തിലേക്ക് പോകേണ്ട രാജ്യം, പ്രദേശം മുഴുവനും വളരെ ക്ഷാമത്തിൽപ്പെട്ടു. അപ്പോൾ അന്ന് ക്ഷാമത്തിൽ പെടാതിരിക്കാൻ വേണ്ടി തൻ്റെ മകനെ, അബ്രഹാമിൻ്റെ പൗത്രനെ, യാക്കോബിൻ്റെ മൂത്തവനെ അവൻ്റെ ഇളയ മകനെ ആദ്യം ഫറവോനിൽ മിസ്രൈമിൽ കർത്താവ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഒഴിച്ച് നിർത്തി. അങ്ങനെ ആ ക്ഷാമത്തെ മാറ്റുവാനും ആ ക്ഷാമത്തെ അവർ ജയിക്കുവാൻ വേണ്ടിയും അവർക്ക് വീണ്ടും അവർ ഈ അടിമത്തത്തിന് വേണ്ടി കഷ്ടപ്പാടും പ്രയാസത്തിക്കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പാണ് അവർ ചെയ്യുന്നത്. അത് രക്ഷിക്കാൻ വേണ്ടി
അതായത് ഫറവോൻ്റെ മുൻപിൽ അവർ നിൽക്കേണ്ടി വന്നു. അബ്രഹാമിൻ്റെ സന്തതി പരമ്പര, അതായത് 70 വ്യക്തികൾ, 70 പേർ ഫറവോൻ്റെ മുമ്പിൽ പോയി നിന്നു. ഫറവോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഫറവോനോട് അവർ ആവശ്യപ്പെട്ടു. ഫറവോനോട് പറഞ്ഞു, ഫറവോൻ കാര്യം, ആ ഫറവോൻ മിസ്രൈമിലെ പ്രധാനമന്ത്രിയാണ് തൻ്റെ മകൻ, തൻ്റെ ഇളയ മകൻ. ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെ നമുക്ക് അത് കാണാൻ സാധിക്കും. ദൈവം ഒരുക്കിയ പദ്ധതിയെ അബ്രഹാം തൻ്റെ പുത്രനായ ജോസഫ് മക്കളെയും തൻ്റെ സഹോദരങ്ങളെയും പിതാവിനെയും എല്ലാം വരുത്തി ഫറവോൻ്റെ മുമ്പിൽ നിർത്തി. 70 പേർ. ആ 70 പേരിൽ നിന്നാണ് ഈ സന്തതി പരമ്പര ഉണ്ടായത്. ഫറവോൻ്റെ മുമ്പിൽ നിർത്തി, ഇവരാണ് എൻ്റെ സഹോദരങ്ങളും എൻ്റെ അപ്പനും ഒക്കെയാണ്. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. അപ്പം ഫറവോൻ, നിങ്ങൾ എവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ജോസഫ് പറഞ്ഞു, അവർ ഗോഷാനിൽ താമസിക്കട്ടെ. ഗോഷാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഗോഷാൻ എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലം എന്നൊരു അർത്ഥമുണ്ട്, പക്ഷേ അതിന് വേറൊരു അർത്ഥമുണ്ട്. ഗോഷാൻ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് നിയർ, അടുത്ത് വസിക്കുക, ആളുടെ അടുത്ത് വസിക്കുക. നമ്മളൊക്കെ ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു യോഗത്തിനോ മീറ്റിങ്ങിനോ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളവിടെ ഇരിക്കുമ്പോൾക്ക് നമുക്ക് പ്രധാനപ്പെട്ടവരും നമുക്ക് സ്നേഹിക്കുന്ന ഒരു വ്യക്തി അതുവഴി പോവുക, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും അല്ലെങ്കിൽ കുടുംബവും അതുവഴി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെ സാറേ, ബ്രദറെ ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ വന്നിരിക്കും. നമ്മൾ അദ്ദേഹത്തെ ആഹ്വാനം ചെയ്ത് നമ്മുടെ അടുത്തിരുത്തും. എന്തുകൊണ്ടാണ്? നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്. ഇതുപോലെ വേണം കർത്താവ് തൻ്റെ ജനത്തെ തൻ്റെ അടുത്തേക്ക് വിളിച്ചത്. ഗോഷാൻ എന്ന് പറഞ്ഞ സ്ഥലം ഡ്രോയിങ് നിയർ. അതുകൊണ്ടല്ലേ 10 ബാധകൾ വന്നിട്ടും ആ ബാധയൊന്നും അവർക്ക് ബാധകമാകാതെ അവരെ കാത്തു സൂക്ഷിച്ചത്. അവരെ തൻ്റെ ശക്തികളെ, ഏറ്റവും ഒടുവിലെ ബാധയായ കൂരിരുട്ട് പോലും ആ പ്രദേശത്ത്, മിസ്രൈമിലെ എല്ലാ പ്രദേശത്തിലും കൂരിരുട്ടായിരുന്നു. പക്ഷേ ആ പ്രദേശത്ത് അവർക്ക് ഒരു ദോഷവും ഒരു ബാധയും ഒന്നും തട്ടാതെ ദൈവം അവരെ കാത്തു സൂക്ഷിച്ചത് നമുക്ക് പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവരവിടെ താമസിച്ചു. ദൈവം വാഗ്ദാനം കൊടുത്ത ആ 400 സംവത്സരം കഴിഞ്ഞു. അവരെ വിമോചിക്കേണ്ട സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ വിടുവിക്കേണ്ട സമയമായി. അവരെ വിടുവിക്കേണ്ട സമയമാകുമ്പോൾ അവരെ വിടുവിക്കാൻ വേണ്ടി യഹോവയോട് പറയാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ അങ്ങനെ ഓർക്കുകയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ച വ്യക്തികളുണ്ട്. അതായത് ബാബേൽ സംസ്ഥാനത്തിൽ നിന്ന് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേൽ മക്കളെ ഞാൻ 70 വർഷം ഇവിടെ പ്രവാസികളായി വെക്കും, അത് കഴിഞ്ഞ് ഞാൻ അവിടെ വിടുവിക്കുമെന്ന് പറഞ്ഞിട്ട് 70 വർഷമായിട്ട് വിടുവിച്ചില്ലെങ്കിൽ ദാനിയേൽ പ്രാർത്ഥിച്ചില്ലേ യഹോവ ദൈവമേ 70 വർഷമായല്ലോ, നിൻ്റെ മക്കളെ ഇവിടെ നിന്ന് വിടുവിക്കും. അവരെ വിടുവിച്ചു. ഇവിടെ പ്രാർത്ഥിക്കാൻ അങ്ങനെ ആരുമില്ലായിരുന്നു. ദൈവം താൻ തന്നെ ഇറങ്ങി വന്നെന്നാണ് പറയുന്നത്. ഇറങ്ങി വന്ന് തൻ്റെ മക്കളെ വിടുവിക്കാൻ വേണ്ടി യഹോവയായി ദൈവം ഇറങ്ങിയെന്ന് മോശയോട് സംസാരിച്ചു. ഈ വെളിച്ചം ആ മക്കളെ വിടുവിച്ച് അവരുടെ ഈ അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിച്ച് അവരെ യാത്ര അയക്കുന്ന സംഭവം നമ്മൾ. ഞാനിവിടെ ആദ്യമായിട്ട് നിങ്ങളോടൊരു വചനം പറഞ്ഞു. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. വാസ്തവത്തിൽ ഈ ദൈവത്തിൻ്റെ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം അവരുടെ കൂടെ നടന്ന സംഭവം നമുക്കറിയാം. അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടേയിരുന്നു. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി നടന്നുകൊണ്ടേയിരുന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അഗ്നിസ്തംഭവും മേഘസ്തംഭവും ജനത്തിന് മുമ്പിൽ നിന്നും മാറിയതുമില്ല. ദൈവത്തിൻ്റെ ജനങ്ങളെ നയിച്ചു കൊണ്ടുപോയ ആ രീതിയാണ് അവിടെ ചെയ്യേണ്ടത്. ദൈവം അവർക്ക് എന്താണ് കൊടുക്കാറുള്ളത്? ഹല്ലേലൂയ, 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 അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. ഈ 6 ലക്ഷം എന്ന് ബൈബിളിൽ പറയുന്നത് പുരുഷന്മാർ മാത്രമാണ്. ഏതാണ്ട് 20-25 ലക്ഷം ആൾക്കാരുണ്ടായിരുന്നു. സമ്മിശ്ര ജനങ്ങളും സമ്മിശ്രമായ ആ ജാതികളും ആ സ്ത്രീകളും എല്ലാം കൂടെ കൂടി ഈ ജനതയെല്ലാം കർത്താവ് കൊണ്ടുപോയി. അവർ വേണ്ടതില്ല അത്ഭുതങ്ങളും അതിശയങ്ങളും കൂടിയാണ് അവരെ നടത്തിയത്. അവർ ചോദിച്ചതെല്ലാം കൊടുത്തു, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു, അവരെ കാത്തു പരിപാലിച്ചു, അവർക്ക് വെള്ളം കൊടുത്തു, ആഹാരം കൊടുത്തു, അവർക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തു, അവർക്ക് വിജയം കൊടുത്തു. പക്ഷേ ഇവരെല്ലാം ദൈവം അവരെ സ്നേഹിച്ച് വളർത്തി അവരെ കൊണ്ടുവന്ന ദൈവത്തെ അവരെങ്ങനെയാണ് ദൈവത്തെ നോക്കിയത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ദൈവത്തെ സ്നേഹിച്ചില്ല, ആ ദൈവത്തെ അവർ വിശ്വസിച്ചില്ല, ആ ദൈവത്തിൽ അവരെ വിശ്വാസം അർപ്പിച്ചില്ല. പക്ഷേ ആ ദൈവത്തിൽ കർത്താവിന് കർത്താവ് തന്നെ അവരെക്കുറിച്ച് പറയുന്നുണ്ട് മോശയോട്, ഇവർ ദുശാഠ്യമുള്ള ജനതയാണ്. ഇത്രയൊക്കെ കാണിച്ചിട്ടും എന്നെ അവർ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ ഇവർക്ക് കഴിഞ്ഞില്ലല്ലോ മോശെ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക്
ഞാൻ എൻ്റെ മഹത്വം അവരെ കാണിക്കും. ഞാൻ എൻ്റെ മഹത്വവും എൻ്റെ തേജസ്സും എൻ്റെ ശക്തിയും പ്രഭാവവും ഞാൻ അവരെ കാണിച്ചു കൊടുക്കും. നീ അവരോട് പറയൂ തയ്യാറായിട്ട്. നിങ്ങളിപ്പോൾ വന്നിട്ടിപ്പോൾ ജനമെല്ലാം സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ വെച്ച് ഞാൻ അവരെ കാണിച്ചു കൊടുക്കും. ഞാൻ ആരാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കും. ഞാൻ ആരാണെന്നും എൻ്റെ ശക്തി എന്താണെന്നും അവരെ ഞാൻ മനസ്സിലാക്കുക. നീ ജനത്തിനോട് പറയാം 3 ദിവസം അവർ ശുദ്ധീകരിക്കുക. ഒരു ശുദ്ധിയായിട്ട് 3 ദിവസം അവർ ശുദ്ധിയായിട്ട് നിൽക്കട്ടെ. ഞാൻ 3-ാം ദിവസം ഞാൻ അവരോട് സംസാരിക്കും. സീനായ് പർവ്വതത്തിൽ യഹോവയായ ദൈവം ഇറങ്ങുമെന്ന് പറഞ്ഞു. അവരോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. സീനായ് പർവ്വതത്തിൽ മോശ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. അവരുടെ ശുദ്ധീകരണം പറഞ്ഞ ശരീരശുദ്ധി അവർക്ക് അകത്തുള്ളൂ. കുളിച്ച് നനച്ച് വൃത്തിയാക്കി അങ്ങനെ അവരോട് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. ശരീരശുദ്ധി മാത്രമേ അവർക്കാവൂ. മാനസിക ശുദ്ധിയൊക്കെ നമ്മളെ പഠിപ്പിച്ചത്, ഹൃദയശുദ്ധി നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ ഹൃദയശുദ്ധി എന്താണ് നമ്മളെ പഠിപ്പിച്ചത്. അവർ പറഞ്ഞ പോലെ ദൈവമല്ല. മോശ അവരോട് കൽപ്പിച്ചതുപോലെ എല്ലാം ജനങ്ങൾ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 3-ാമത്തെ ദിവസം സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ അവരെത്തി. ഈ സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിലെത്തിയ അന്ന് അവിടെ സംഭവിച്ച സംഭവങ്ങളെല്ലാം അവിടെ സംഭവിച്ച എന്താണ് അവിടെ സംഭവിച്ചതെന്നും എബ്രായ ലേഖകൻ അവിടെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. അന്ന് അവിടെ സംഭവിച്ചത് എന്താണെന്ന്. സ്ഥൂലവും തീ കത്തുന്നതായ പർവ്വതത്തിൽ മേഘതമസ്, കൂരിട്ട്, കൊടുങ്കാറ്റ്, വാക്കുകളുടെ ശബ്ദം എന്നിവിടെ അടുത്തേക്കാണ് അന്ന് അവിടെ നിന്നത്. കൂരിട്ട്, കൊടുങ്കാറ്റ്, തീ കത്തുന്ന മേഘതമസ്, കൂരിട്ട്, കൊടുങ്കാറ്റ്, കാകളനാഥം, വാക്കുകളുടെ ശബ്ദം എന്നിവിടെ അടുത്തേക്കാണ് അവർ വന്നിരിക്കുന്നത്. അത് അത്ര ഭീകരവും ഭയങ്കരമായ ഒരു അന്തരീക്ഷമാണെന്ന് സീനായ് പർവ്വതത്തിൻ്റെ ഇവിടെ നമ്മൾ കൂട്ടുന്ന സ്ഥൂലവും തീ കത്തുന്നതുമായ പർവ്വതത്തിൽ, സ്ഥൂലമായ പർവ്വതം സീനായ് പർവ്വതം. സീനായ് പർവ്വതം എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ തെക്ക് ഭാഗത്ത് കിടക്കുന്നതായ സെൻറ്റ് കാതറിൻ നഗരത്തിൽ ഇപ്പോഴും വസിക്കുന്നതാണ്. അതിൻ്റെ വരുന്ന 7500 ഫീറ്റ് ഉയരത്തിലുള്ളതായ സ്ഥൂലമായ പർവ്വതമാണ്. 7500 ഫീറ്റ് സ്ഥൂലമായി കിടക്കുന്ന പർവ്വതം ഈജിപ്തിൻ്റെ തെക്ക് ഭാഗത്ത് സെൻറ്റ് കാതറിൻ, സിറ്റി ഓഫ് സെൻറ്റ് കാതറിൻ, അവിടെയാണ് ഈ സീനായ് പർവ്വതം ഉള്ളത്. ആ സീനായ് അവിടെയാണ് യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ടത്. എന്താ? സ്ഥൂലവും തീ കത്തുന്നതുമായ പർവ്വതത്തിൽ. തീ കത്തുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതത്തിൽ എങ്ങനെ തീ കത്തുന്നത്? പർവ്വതത്തിൻ്റെ അതിൻ്റെ ഇലകളും ഇലകളും അവരുടെ ആ വസ്തുക്കളെല്ലാം കത്തുന്നതാണോ എൻ്റെ അർത്ഥം? ഇല്ല, അതൊന്നും കത്തത്തില്ല. പക്ഷെ തീ കത്തും. ആ അനുഭവം എന്താണെന്ന് നമുക്കറിയാം. കുറേ വർഷങ്ങൾക്ക് മുൻപ് മോശ എങ്ങനെ അനുഭവം. ഈ സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ഇങ്ങനെ ഒരു തീ കത്തുന്ന അനുഭവത്തിൽ മോശയും വന്നു. ആ തീ കത്തുന്ന എന്താണെന്ന് കാണാൻ വേണ്ടി മോശ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് തീ കത്തുന്നുണ്ട്, പക്ഷേ അതൊന്നും കൺസ്യൂം ആകുന്നില്ല. അതുപോലെയാണിത്. തീ കത്തുന്നുണ്ട്, പക്ഷെ ഇത് നമുക്ക് പിന്നെയും അറിയാൻ സാധിക്കുന്നുണ്ട്. മുൾപ്പടപ്പിൽ തീ കത്തുന്ന കണ്ട് മോശ നോക്കുമ്പോഴാണ് മുൾപ്പടപ്പൊന്നും കത്തുന്നുള്ളതും തീ ജ്വാല അങ്ങനെ കാണുന്നു. തീജ്വാലയിൽ നിന്നും യഹോവയായ ദൈവം സംസാരിക്കുന്നത് കാണാം. നമുക്കറിയാമല്ലോ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേലിനെ നിരോധിച്ചിട്ട് അവിടുന്ന് കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി ബാബേൽ സംസ്ഥാനത്ത് കൊണ്ടുപോയ സംഭവം നമുക്കറിയാം. അതിൽ ഉൾപ്പെട്ടതാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അവർ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ദൈവത്തിൻ്റെ യഹോവയുടെ സാക്ഷികളായ ഈ 3 ചെറുപ്പക്കാരും അനുസമ്മതിച്ചില്ല. അവരെ പിടിച്ച് തീയിലിട്ട്. ഇതെല്ലാം നമുക്കെല്ലാം അറിയാം. തീയിലിട്ട് ആ തീയിൽ എന്താണ് അവർ കാണുന്നത്? നെബൂഖദ്നേസർ രാജാവ് വിളിച്ചു പറയുന്നുണ്ട്, അയ്യോ, നമ്മൾ 3 പേരെയല്ലേ ഇട്ടത്, 4 പേരെ കാണുന്നല്ലോ. അവൻ ദൈവത്തിൻ്റെ ദൂതനെ പോലെ അവനെ കാണാൻ സാധിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ ദൂതൻ അവൻ തീയിൽ വസിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 7-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. തീയുടെ ജ്വാലയുടെ അടിവിൽ നിന്നാണ് നമ്മുടെ കർത്താവ് സംസാരിക്കുന്നത്. അതാണ് കർത്താവ്, അതാണ് ദൈവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഇവിടെ കണ്ടത്. ജനങ്ങൾ ഭയപ്പെട്ട് പേടിച്ച് വിറച്ചു പോയി. ജനങ്ങൾ പറയുന്നത് എന്താണ്? ഇനിയൊരു അക്ഷരമെങ്കിലും, ഇബ്രായ ലേഖകൻ പറയുന്നത്, ഇനിയൊരു വാക്കെങ്കിലും തങ്ങളോട് ഉച്ചരിക്കരുത് എന്ന് ആഗ്രഹിച്ചു. അതായത് ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കാണണം എന്നുള്ള കൽപ്പന അവർക്ക് അസഹനീയമായിരുന്നു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച അത്ര ഭയങ്കരമായിരുന്നാണ് ലേഖകർത്താവ് ഇബ്രായ ലേഖകർത്താവ് പറഞ്ഞത്. അത്ര ഭയങ്കരമായ ഒരു കാഴ്ചയായിരുന്നു. അത്ര ഒരു കാഴ്ചയായിരുന്നു അവരവിടെ കണ്ടത്. പക്ഷേ ആ ലേഖകർത്താവ് പിന്നെയോ നമ്മൾ അന്ന് അവിടെ കണ്ടുപോയ ഒരു അവസ്ഥയിലല്ല ഇന്ന് നമ്മുടെ അവസ്ഥ.
നമ്മുടെ കർത്താവ് അന്ന് അവിടെ കണ്ട പോലെ ഇന്ന് കർത്താവ് നമ്മുടെ കൂടെ വസിക്കുവാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിന് പ്രധാനപ്പെട്ടത് അവൻ്റെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ദൂതന്മാർ വന്ന് അവർ പറയും എന്തോ അത് നിങ്ങൾക്കൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അതിൻ്റെ സാക്ഷ്യം എന്താണ്? യു വിൽ സീ എ ചൈൽഡ് റാപ്പിഡ് വിത്ത് സഡലിങ് ക്ലോത്ത് എന്നാണ് പറയുന്നത്. ഈ സഡലിങ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റപ്പെട്ടവനായിട്ട്, കെട്ടപ്പെട്ടവനായിട്ട്, എല്ലാ അധികാരങ്ങളെല്ലാം എടുക്കപ്പെട്ടവനായിട്ട്, ബന്ധിക്കപ്പെട്ടവനായിട്ടാണ് ഈ അന്ന് കണ്ടത്. ആ തേജസ്സും ഈ മഹത്വവും ആ തേജസ്സും ശക്തിയും ബലവും എല്ലാം കെട്ടപ്പെട്ടവനായിട്ടാണ് കർത്താവ് ബെത്ലഹേം പുൽക്കൂട്ടിൽ വന്നത്. അവൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മുടെ കൂടെ. ആ കർത്താവാണ് നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ വസിക്കാൻ എന്തിനാണ് നമ്മുടെ കൂടെ കർത്താവ് വസിക്കാൻ വന്നത്? എന്തിനാണ് കർത്താവ് വന്നത്? അതിനൊരൊറ്റ ഉത്തരമേ നമുക്ക് പറയാൻ ഒരൊറ്റ ഉത്തരമേ കർത്താവ് നമുക്ക് തരുന്നുള്ളൂ. ഒരൊറ്റ ഉത്തരം. കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ വസിക്കാൻ വന്നത്? എബ്രായ ലേഖനം 5-ാമത്തെയും 14-ും 15-ും വാക്യം നമ്മൾ വായിച്ചു നോക്കണം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ടും അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാച് അവരും മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കഴിയുന്നവരെ ഒക്കെയും അവൻ വിടുവിക്കാൻ വേണ്ടിയാണ് വന്നത്. മക്കൾ തൻ്റെ ജനം ജഡരക്തങ്ങളോട് കൂടിയവനാണ്. അതുകൊണ്ടാണ് അവൻ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ലോകത്തിലേക്ക് വന്നത്. അതാണ് കർത്താവ്. അതാണ് അവൻ്റെ എയിം. നമ്മളെല്ലാം പാപമോചനത്തിൽ രക്ഷിക്കാൻ, നമ്മളെ പരിശുദ്ധത്തിലേക്ക് നയിക്കാൻ നമുക്ക് ദൈവം തന്നെത്താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നു. ആ കർത്താവാണ്. ആ കർത്താവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖത്തിൽ അവൻ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികൾ സുവിശേഷം പ്രസംഗിച്ചു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇതിനു വേണ്ടിയാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആ വെളിപ്പെടലിൻ്റെ ഭാഗമാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. എന്തിന്? നമുക്ക് വേണ്ടി, അവൻ്റെ പരിശുദ്ധിയിൽ നടക്കാൻ, അവൻ്റെ തേജസ്സിൽ നടക്കുവാൻ വേണ്ടി. അവൻ്റെ തേജസ്, അവൻ്റെ പരിശുദ്ധിയിൽ, നമ്മൾ പരിശുദ്ധിയിൽ നടക്കണം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ പരിശുദ്ധിയിൽ നടക്കുന്നത്? ദൈവത്തിന് എല്ലാവരും പറയുന്നത് കേട്ടോ, അവൻ്റെ പരിശുദ്ധിയിൽ നടക്കണം. അവൻ്റെ പരിശുദ്ധി എങ്ങനെയാണ് കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നടക്കാൻ നമുക്ക് സാധിക്കുന്നത്? നമുക്കറിയാമല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അപ്പൻ്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ നടന്നു പോകത്തില്ലേ? അപ്പൻ്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ കൊച്ചുകളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൊച്ചുകൾ അപ്പൻ്റെയും അമ്മയുടെ അടുത്ത് നിന്ന് വേർപെട്ട് കുറച്ച് മുമ്പോട്ട് ഓടിപ്പോവും. ധൈര്യം കാണിച്ച് മുമ്പോട്ട് ഓടിപ്പോവും. ആരെങ്കിലും ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി കാണുമ്പോൾ ഓടി വന്ന് മക്കളുടെ അടുത്ത് നിന്ന് അപ്പൻ്റെ അടുത്ത് പിന്നെ നിൽക്കും. വാസ്തവത്തിൽ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പാപം ചെയ്യുമ്പോഴും, നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും, നമ്മൾ അശുദ്ധിയുള്ള ജീവിതം നയിക്കും, നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും നമുക്ക് ഓടി വന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് പിന്നെയും വന്ന് ചേരണം. കർത്താവ് പറയുന്നുണ്ട്, ഐ സാങ്ക്ടിഫൈഡ് മൈസെൽഫ് ഫോർ ദ സേക്ക് ഓഫ് യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ടു. നിങ്ങളുടെ കൂടെ ശുദ്ധീകരിക്കപ്പെട്ട ശുദ്ധവനായ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ എന്നെ വിട്ട് പോയാലും നിങ്ങൾ ഓടി എൻ്റെ അടുത്തേക്ക് വരണം. ഇതാണ് നമ്മുടെ കർത്താവായി നമുക്ക് തന്ന ശുദ്ധീകരണത്തിൻ്റെ വലിയൊരു പാഠം. അതാണ് ഈ കർത്താവാണ് നമ്മളെ അന്വേഷിക്കാനും നമ്മുടെ കൂടെ വസിക്കുവാൻ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം എന്തോ പറയുന്നത്? 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഐ വിൽ ബി ഇൻ ദ മിസ്റ്റ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ശിഷ്യന്മാർ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുമ്പോൾ കർത്താവ് വന്നില്ലേ? നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ കർത്താവ് അവർക്ക് സമാധാനത്തെ കൊടുത്തില്ലേ? കർത്താവ് അവർക്ക് സമാധാനത്തെ പ്രദാനം ചെയ്തു കൊടുത്തു. ഈ പരിശുദ്ധിയിൽ ജീവിക്കാനാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നതും. ഞാൻ നിങ്ങളോട് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു സാക്ഷ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും. ഒരു അത്ഭുത സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കാൻ. എങ്ങനെയാണ് കർത്താവ് നമ്മുടെ കൂടെ നടന്നത്, എങ്ങനെയാണ് കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നത്, ഒരു അത്ഭുതകരമായ സാക്ഷ്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൂട്ടുകാരനുണ്ട്, കൊല്ലംകാരനായ ഒരു രാജംപിള്ള. അതായത് കൊല്ലത്തെ ഒരു നല്ലൊരു നായർ തറവാട്ടിൽ ജനിച്ച ഒരു മൂത്ത പുത്രനാണ് അദ്ദേഹം. അത് ആദ്യം ജനിച്ചതല്ലേ. കാര്യം ഈ കാവും കുളവും തറവാട്ട് ക്ഷേത്രമൊക്കെ ഉള്ള വലിയൊരു നായർ തറവാട്ടിൽ പിടിച്ച് ഈ സഹോദരൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ കർത്താവായ യേശുക്രിസ്തുവിൽ അവൻ വിശ്വസിച്ചു. അവൻ വിശ്വാസത്തിൽ അവൻ ഒരു മ്ലേച്ഛമായ ഒരു ജീവിതം ജീവിച്ചവനായിരുന്നു. കാര്യം അങ്ങനെയൊക്കെയുള്ളൊരു
അങ്ങനെ ഒരു സാഹചര്യം ജീവിക്കുന്നവൻ, അങ്ങനെ ഒരു ജീവിതം, അവന് സ്വാതന്ത്ര്യമുണ്ട്, ശക്തിയുണ്ട്, ബലമുണ്ട്, ആരോഗ്യമുണ്ട്, അവന് ഇഷ്ടമുള്ള ജീവിതം ജീവിച്ച് അവസാനം അവൻ യേശുക്രിസ്തുവിൽ അവൻ വിശ്വസിക്കാൻ അവനിടയായി. ഏതോ ഒരു സാഹചര്യത്തിൽ അതും അവൻ്റെ സഹോദരൻ മൂലം അവൻ കർത്താവ് യേശുക്രിസ്തുവിൽ കണ്ടത്, യേശുക്രിസ്തുവിൽ അവന് സമാധാനം കണ്ടത്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ അവൻ സമർപ്പിച്ച് ഒരു ജീവിതം അവൻ ആരംഭിച്ചു. ജീവിതത്തെ പലപരമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു. ദുഃഖങ്ങളും വേദനകളും മരണത്തിൻ്റെ പിടിയിൽ നിന്ന് എത്രയോ പ്രാവശ്യം മരണത്തിൻ്റെ പിടിയിൽ നിന്ന് കർത്താവ് അവനെ മോചിപ്പിച്ചു. കർത്താവിൽ നിന്നും കർത്താവിനോട് വളരെ ആത്മാർത്ഥവും സ്നേഹമുള്ള ഒരു ജീവിതം ജീവിച്ച് കഷ്ടങ്ങളും ദുഃഖങ്ങളും വേർപാടും കുടുംബത്തിലെ തകർച്ചകളും കുടുംബം തകർന്നു. കുടുംബത്തിലൊന്നുമില്ലാതെയായി. അവൻ്റെ സ്ഥലവും വിലയൊക്കെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അവൻ്റെ സ്ഥലത്തിലും അവൻ്റെ ധനത്തിലും ഒന്നും അനുഭവിച്ചില്ല. കർത്താവ് യേശുക്രിസ്തുവിൽ സമർപ്പിച്ചവൻ അത്ഭുതകരമായ രോഗശാന്തി അവൻ പ്രാർത്ഥിച്ച അത്ഭുതകരമായ രോഗശാന്തിക്ക് നടത്തുന്നുണ്ട് പല ആൾക്കാരെയും. അത്രമായ അത്ഭുതകരമായ ഒരു രോഗശാന്തിയുള്ള ആ ദൈവത്തിൻ്റെ ദാസൻ ഒരു നിമിഷത്തിൽ, ഒരു ദിവസം അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ദുഃഖം അവനെ വേട്ടയാടി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നു. കർത്താവേ, ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും പീഡനം എല്ലാം നഷ്ടങ്ങളും എല്ലാം ഉണ്ടായി. അതെല്ലാം ഞാൻ സഹിച്ചു. പക്ഷേ ഇന്ന് ഈ നിമിഷത്തിൽ, ഇന്ന് ഈ ജീവിതത്തിൽ എനിക്ക് വന്ന ഈ സംരംഭം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇത്രയൊരു വേർപെടുത്തൽ, ഇത്രയൊരു ദുഃഖം, ഒരു വേർപെടുത്തൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇതെനിക്ക് സഹിക്കാൻ, എൻ്റെ ദുഃഖത്തിൽ ഒത്തിരി ദുഃഖങ്ങളും വേദനകളും എല്ലാം വന്നു. അതെല്ലാം ഞാൻ സഹിച്ചു. പക്ഷേ ഈ ദുഃഖം, ഈ വേർപാട്, ഈ അവസ്ഥ എനിക്ക് സഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി. വേണ്ട, ഈ വിശ്വാസത്തിൽ ആ വിശ്വാസത്തിൽ ഇനി കണ്ടിന്യൂ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് അവൻ്റെ ഹൃദയം പറഞ്ഞതാണ്. ഇനി ഞാൻ ഈ വിശ്വാസത്തിൽ ഇങ്ങനെ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇങ്ങനെ എന്നിട്ട് അവൻ പറഞ്ഞവൻ, കർത്താവെ, ഞാൻ ഒരിക്കലും എൻ്റെ കർത്താവിന് എഗനിസ്റ്റായിട്ടോ, കർത്താവിൻ്റെ വചനത്തിന് എഗനിസ്റ്റായിട്ടോ, കർത്താവിൻ്റെ മക്കൾക്ക് വചനിഷ്ടായിട്ടോ ഒരിക്കലും ഞാൻ പോവുകയില്ല. ഒരിക്കലും തന്നെ എൻ്റെ കർത്താവ് മഹോന്നതനാണ്, ഉന്നതനാണ്. നിൻ്റെ കൃപയ്ക്കും നിൻ്റെ അനുഗ്രഹത്തിനും നിൻ്റെ നോട്ടത്തിനും കാവലത്തിനും ഞാൻ അർഹനായില്ലെന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ വെച്ച് ഈ വിശ്വാസം ഞാൻ നിർത്തും. ഇന്ന് ഇവിടെ വെച്ച് ഞാൻ വിശ്വാസം അവസാനിപ്പിക്കും. കർത്താവെ, അവൻ്റെ മടിയിലിരിക്കുന്നതായ അതാണ് എന്ന് വിശ്വസിച്ച് അന്ന് അവൻ തീരുമാനമെടുത്തിട്ട് ഒരു മഹായോഗത്തിൽ അവൻ സംബന്ധിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാരെ പ്രസംഗിക്കുകയാണ്. അനേകം ഏതാണ്ട് ഒരു 10,000 ആൾക്കാർ കൂടിക്കുന്ന മഹായോഗത്തിൽ അവൻ സംബന്ധിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് അവൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ മടിയിൽ എൻ്റെ ബൈബിൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണുനീരുണ്ട്. കണ്ണുനീരോടുകൂടി അവൻ ആ ബൈബിളിലേക്ക് നോക്കി. ഈ ബൈബിൾ എത്ര പ്രാവശ്യം ഞാൻ വലിച്ചു കീറി തീയിലിട്ടതാണ്, വലിച്ചു കീറി എറിഞ്ഞതാണ്. ഈ ബൈബിളിനെ ഞാൻ സ്നേഹിച്ചു, ആദരിച്ചു. പക്ഷേ ഇന്ന് എനിക്കത് കഴിയുന്നില്ല. കർത്താവേ, അവൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീരി താരതാരയായി ഒഴുകി. അവൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ഇന്ന് ഞാൻ അവസാനിക്കും കർത്താവേ, ഇന്ന് ഈ സംരംഭം ഇന്ന് ഞാൻ അവസാനിക്കും എന്നവൻ തീരുമാനമെടുത്തിട്ട്, അത് തന്നെയല്ല അവൻ ഉള്ളിലെടുത്ത തീരുമാനം ആരോടും അവൻ പറഞ്ഞില്ല. അവൻ താൻ കണ്ണുനീർ ധാരധാരയായി വഴി അവനങ്ങനെ ദുഃഖിച്ച് ആൾക്കാരെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് അങ്ങനെ അവിടുത്തെ അങ്ങനെ മതിച്ച് സ്തുതിച്ച് സ്തോത്രം ദൈവത്തെ ആരാധിക്കുകയാണ്. ആരാധന സംഗീതമില്ല. ഇങ്ങനെ എല്ലാ സ്റ്റേജുകളിലും ഇങ്ങനെ ദൈവത്തിനെ കുറിച്ച് ആരാധന സ്തുതി സ്തോത്രങ്ങൾ അങ്ങനെ എല്ലായിടത്തും നടക്കുകയാണ്. അവനങ്ങനെ മൗനമായിട്ട് കണ്ണീരോട് കൂടി അവൻ ഇരിക്കുകയാണ്. അവൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ദൂരെ നിന്നൊരു വ്യക്തി വരുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വ്യക്തി, വല്ല ദീർഘകാലമായ ഒരു മനുഷ്യൻ. അവർ വിചാരിച്ചു ഇത് ഏതോ കാര്യം. അവർ ഭയങ്കരമായ ആൾക്കൂട്ടം നടക്കുന്ന മൈക്കുണ്ട്, മൈക്കിന് കറണ്ടുണ്ട്, ലൈറ്റിൻ്റെ സെറ്റിംഗ് ഉണ്ട്, കറണ്ടിൻ്റെ സെറ്റിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി വൈദിക്കുന്ന ഒരു ഇലക്ട്രീഷ്യൻ ആയിരിക്കും എന്നായിരിക്കും അവൻ ആദ്യം കരുത്. അവൻ നോക്കിയപ്പോൾ അവൻ അടുത്തടുത്തേക്ക് വന്നു. അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ അന്തം വിട്ടുപോയി. ഇതാരെയാണ് ചെയ്യുന്നത്? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെയാണല്ലോ ഞാൻ കാണുന്നതെന്നോർത്ത് അവൻ ആർത്തട്ടഹസിച്ചു. അവൻ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും ബ്ലൂയിഷ് ആയിട്ട കളറാണ് വരുന്നത്. ബ്ലൂയിഷ് കളർ, നീല നിറത്തിലുള്ള രശ്മികളാണ് അവൻ്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട് അവൻ്റെ അടുത്തേക്ക് വന്നത്. അവൻ കണ്ടൊന്ന് ചിമ്മിയിട്ട് പിന്നെയും അവനൊന്ന് നോക്കാൻ ശ്രമിച്ചു. പിന്നെ നോക്കിയപ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു. എൻ്റെ കർത്താവേ, ഞാൻ ആരെയാണ്? ഈ സംഭവം ഞാനുമായി പങ്കുവച്ചപ്പോഴത്തേക്ക് എൻ്റെ ഒരു അനുഭവം ഞാൻ വരികയായിരുന്നു. ഞാൻ ഫോർട്ട് കൊച്ചിയിലൊക്കെ അവിടെ ഞാൻ വരാറുണ്ട്. ആ ഫോർട്ട് കൊച്ചിയിൽ ഇങ്ങനെ അവിടെ ഒരു കടത്തുണ്ട്, ജങ്കാറുകൾ കടക്കുന്നുണ്ട്. ആ കടത്ത് നിങ്ങൾ കടങ്ങുമ്പോൾ ആ ബോട്ടിൽ ഇങ്ങനെ കയറി നിങ്ങൾ കടത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്ക് ആ കടത്ത് ബോട്ട് ഈ കപ്പൽ ചാലിൽ വരും.
കപ്പൽച്ചാലിലേക്ക് പ്രവേശിക്കും. ആ കപ്പൽച്ചാലിലേക്ക് പ്രവേശിക്കുന്നതിനും അതിന് മുൻപുള്ളതും ആ വെള്ളം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വെള്ളത്തിൻ്റെ കളർ രണ്ടും വ്യത്യസ്തപ്പെട്ട ഒരു രേഖ പോലെ അതിൻ്റെ വേർതിരിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ആ വെള്ളത്തിൻ്റെ നിറം ബ്ലൂയിഷ് ആയിട്ടിരിക്കുന്നു. കാര്യം കപ്പൽച്ചാൽ വളരെ ആഴത്തിലുള്ള വെള്ളമാണ് അവിടെ കിടക്കുന്നത്. അപ്പം ആഴത്തിലുള്ള ആ ബ്ലൂയിഷ് കളർ പെട്ടെന്ന് എൻ്റെ ദൃശ്യത്തിലേക്ക് വന്ന് നമ്മുടെ കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് വന്ന് ആ ആഴത്തിലുള്ളതായ ആ രശ്മികൾ കണ്ടപ്പോൾ, കർത്താവേ നീ എത്ര അനന്തമായ കർത്താവെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്നതായ ചിന്തകളെയും വിചാരങ്ങളെയും എല്ലാം വിവേചിച്ചറിഞ്ഞിട്ട് അവൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ നീ എത്തിയില്ലയോ കർത്താവേ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയൊരു കർത്താവിനെയാണോ നമ്മൾ ആരാധിക്കുന്നത്? ഇങ്ങനെയൊരു കർത്താവിനെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമുണ്ടോ? രഹസ്യമായ ദുഃഖങ്ങൾ, വേദനകൾ എന്തെങ്കിലും ഉണ്ടോ? കർത്താവ് അതറിയും. നീ വിചാരിക്കും എന്നെ അറിയുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, കർത്താവ് എന്നെ വിട്ടുകളഞ്ഞു, എന്തിനാണ് എടുക്കും? കർത്താവെ, നിന്നെ അറിയുന്നൊരു കർത്താവുണ്ട്. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയം ദൈവം നിരസിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആ കർത്താവാണ് അവൻ്റെ അടുത്ത് വന്നത്. ആ കർത്താവ് അവൻ്റെ അടുത്ത് നിന്നല്ല, എല്ലാവരുടെ അടുത്തും ആ കർത്താവ് നമ്മുടെ അടുത്ത്. കാര്യം അവൻ നമ്മുടെ ഇടയിൽ വസിച്ച് നമ്മുടെ ഇടയിൽ നടക്കും എന്ന വചനം എത്ര സത്യമാണെന്ന് ഞാൻ അന്നേരം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ സ്വന്തം പിതാവാണ്. നമ്മുടെ പിതാവ് നമ്മുടെ ആവശ്യങ്ങളെ ചിലപ്പം അറിഞ്ഞില്ലെന്നിരിക്കും. നീ അനുഭവിക്കുന്ന ദുഃഖം എന്താണ് നമ്മുടെ പിതാവ് അറിഞ്ഞില്ലെന്നിരിക്കും. നമ്മുടെ കർത്താവ് അതെല്ലാം അറിയും. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. കാര്യം ആ കർത്താവിനെ നമ്മൾ കർത്താവിൻ്റെ അടുത്തങ്ങ് നിന്നാൽ മതി, മുഴുകിയ മതി. കർത്താവ്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, പരിശുദ്ധി എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞല്ലോ. ആ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന കഷ്ടങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ നമ്മൾ കർത്താവിനെ ഉപേക്ഷിക്കുകയല്ലേ വേണ്ടത്. ആ കൊച്ചു പൈതൽ എങ്ങനെയാണ് വീണ്ടും തങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടി വന്ന് പിന്നെ അതുപോലെ നമ്മൾ ഓടി വന്ന് കർത്താവിനെ വിട്ടിട്ട് നമുക്കൊരു ജീവിതമില്ല. കർത്താവിനെ ഉപേക്ഷിച്ച് നമുക്കൊരു ജീവിതമില്ല. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അത് അത്ഭുതകരമായിരിക്കും. യാതൊരു സംശയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. സ്നേഹവാനായി സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, വചനം കേട്ട ഓരോ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. വചനം കേട്ട അവർക്ക് ദുഃഖമുണ്ട്, വേദനയുണ്ട്. ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് യോഗ്യത ഞാൻ നഷ്ടപ്പെടുത്തിയോ എന്നുള്ള ചിന്തകൾ ഒരു പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം കർത്താവേ. ഇല്ല, എല്ലാവരെയും ക്ഷമിക്കാനും സഹിക്കാനും ഒരു കർത്താവ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ പിതാവിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. കർത്താവെ, വചനം കേട്ട് ഓരോ വ്യക്തികളെ നീ അനുഗ്രഹിക്കുന്നത്. അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളെ, അവരുടെ പലവിധമായ ആവശ്യങ്ങളുണ്ടാകും കർത്താവെ. ആവശ്യങ്ങളെല്ലാം നീ നിറവേറ്റി കൊടുക്കും കർത്താവെ. നിൻ്റെ സാന്നിധ്യം അവർ അറിയട്ടെ കർത്താവെ. നിന്നെ മുറുകെ പിടിക്കുവാനുള്ളതായ ഒരു തീരുമാനം ഇന്ന് ഈ നിമിഷത്തിൽ അവരെടുക്കട്ടെ കർത്താവെ. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവരുടെ പ്രശ്നങ്ങൾ നീ അവരെ സഹായിക്കണമേ കർത്താവെ. അവരുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എല്ലാം എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായി സമർപ്പിക്കുന്നു. എല്ലാം സമർപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.